90 Plus India's first animated live tuition. Hello മക്കളെ. തനുഷ എന്തു പറയണോ? സുഖല്ലേ? തനുഷനെ കേൾക്കാൻ പറ്റണില്ലേ? ഹലോ, ഇല്ലേ എന്റെ മക്കൾക്ക്? ഇപ്പൊ കേൾക്കണ്ടോ? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോഴും കേൾക്കാൻ പറ്റണില്ല? ഉണ്ട്. ഇനീക പറഞ്ഞു ഹായ്. തനുഷേ സുഖല്ലടാ? കേൾക്കാൻ പറ്റണില്ല ഇപ്പോഴും എന്നെ? ആണ്. തനുഷിന് സുഖാണെന്ന് എനിക്കറിയോ? ഞാൻ തനുഷിനോട് ധരിച്ചു. തനുഷിന് സുഖാണോന്ന് ചോദിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. എന്താ ഇനീക്കെ പറയാൻ വന്നേ? എന്തോ വെട്ടി പിടിക്കൊണ്ട് കർത്താവേ. അമൽ സാറാ? ഇന്ന് ആദിത്യൻ സാറാണ്. അതാരാ? ജീന ടീച്ചർ. ആ ജീന ടീച്ചറിന്റെ ബർത്ത്ഡേ. യെസ് യെസ്, ഞങ്ങളൊക്കെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, ജീന ടീച്ചർ ഇല്ലല്ലോ, മീറ്റിലുണ്ടോ? കേറിയിട്ടുണ്ടായോ? ഉണ്ടോ? ഇപ്പൊ ഇല്ലെന്നോ? ലീവായി പോയി തോന്നുന്നു. വീണ്ടും ജീന ടീച്ചർ കയറിയാ നമുക്ക് പാട്ട് പാടാം. ഹായ് ആശിർ. ആശിർ എന്നെ ആദ്യമായിട്ട് കാണാൻ തോന്നുന്നു. ഹായ് ആശിറേ. ആശിർ വന്നിട്ട് കൊറേ ദിവസമായോ? ആശിറിനെ എന്നെ കേൾക്കാൻ പറ്റല്ലേ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല? അമീനെ ക്യാമറ ഓൺ ചെയ്തടാ, കാണട്ടെ ഞാൻ നിന്നെ. ഹായ് അഭിനവ്, സുഖല്ലേ? അതെ. ആശിറേ കൊറേ നാളായോ വന്നിട്ട്? ഇന്നാണ് ഫസ്റ്റ് ക്ലാസ്? ഞാനാണോ ഫസ്റ്റ്? ഷോ, വെൽക്കം ടു 90 പ്ലസ്. പുതിയ കുട്ടീനെ കിട്ടി. യെസ്. ആശിർ എന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ. അവർക്ക് ഭയങ്കര ആവേശമായി. എവിടെയാ? നാട് എവിടെയാ? പത്തനംതിട്ടയിലാണ്. നിങ്ങൾ ആരും പത്തനംതിട്ടയിലില്ലല്ലോ? ഇല്ല. അപ്പൊ നമുക്കൊരു പുതിയ ഡിസ്ട്രിക്റ്റ്. ഓക്കെ ആശിർ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്താ? നിന്റെ വീടിന്റെ അടുത്താണ് പത്തനംതിട്ട അല്ലേ? ഓക്കെ ഓക്കെ. നിങ്ങളൊക്കെ കാണുന്ന ഇടയ്ക്ക് ഈ തൃശ്ശൂർ പരിസരത്തോടെ പോകുമ്പോ എന്നെയും വന്ന് കാണ്. പിന്നെ നമ്മളിപ്പോ എന്താ എടുത്തോണ്ടിരിക്കണേന്ന് വല്ല ഓർമ്മയുണ്ടോ? കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ആശയറേ ഇവർക്ക് എനിക്കറിയില്ല ഓർമ്മ ഉണ്ടോന്ന്, എന്നാലും എന്റെ ആശയറിന് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് ഇപ്പൊ എടുത്തോണ്ടിരിക്കണേ. ഈ പറഞ്ഞ കുട്ടികളോടൊക്കെ ഞാൻ 2 ക്ലാസ് ആയിട്ട് പറഞ്ഞു, 2-3 ക്ലാസ് ആയിട്ട് പറഞ്ഞു കൊടുക്കണതാണ്. എന്നാലും അവര് ചിലപ്പോ പറയാം അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അറിയില്ല എന്നൊക്കെ പറയും. പക്ഷെ ആശയർ അങ്ങനെ ചെയ്യരുത്. ആശയർ അടുത്ത ക്ലാസ് വരുമ്പോ എവിടെ എടുത്തു എനിക്ക് പറഞ്ഞു. ഓക്കെ. അപ്പൊ നമ്മൾ 2-3 ക്ലാസ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ആശയര് റെക്കോർഡഡ് ക്ലാസ് മേടിച്ച് കാണാം. എന്നിട്ട് കണ്ടിട്ട് മനസ്സിലാവണില്ലെങ്കിൽ ജീന ടീച്ചറിന് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, കണ്ടു നോക്കിട്ട് ക്ലാസ്സസ് കണ്ടു നോക്കിയിട്ട് മനസ്സിലാവണില്ലെങ്കിൽ എന്നോട് ചോദിക്കുക. അതിപ്പോ ഇപ്പൊ ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിൽ ആശയർ ന്യൂ അല്ലേ, ആശയറിന് എന്തെങ്കിലും കൺസേൺസ് ഉണ്ട്, ഞാൻ പറയുന്നത് മനസ്സിലാവണില്ല അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണം, എന്താണെങ്കിലും പേടിക്കൊന്നും വേണ്ട കേട്ടാ. ഹാൻഡ് റൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആശയറിന് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അൺമ്യൂട്ട് ചെയ്തിട്ട് എന്നോട് ചോദിച്ചു, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അപ്പനെ ചോദിച്ചു, അല്ലെങ്കിൽ കമന്റിൽ പറയണെങ്കിൽ കമന്റിൽ. ഓക്കെ, പേടിക്കൊന്നും വേണ്ട, എല്ലാം സെറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ആവശ്യത്തിലധികം സമയം ഞാനിന്ന് കളഞ്ഞു. 5 മിനിറ്റ് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ട വരും. എവിടെ എത്തി?
ലിനസ് പോളിങ്ങിന്റെ സ്കെയില് എന്തിനുള്ള സ്കെയിലായിരുന്നു? ആ ജീന ടീച്ചർ വന്നിട്ടുണ്ട്. എല്ലാരും ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു ജീന ടീച്ചറിന്. ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, അപ്പൊ നമ്മള് ജീന ടീച്ചറെ കേൾക്കുന്നുണ്ട്. ജീന ടീച്ചർ എല്ലാ പിള്ളേരും ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പാട്ട് പാടിക്കഴിഞ്ഞ് നിങ്ങൾ ഇപ്പോഴേ ക്ലാസ് നിർത്തി പോകുന്നതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിക്കല്ല. ഞാൻ വിചാരിച്ചു ജീന ടീച്ചറുടെ ലാസ്റ്റ് കണ്ട് പാട്ട് പാടി കൊടുക്കാന്ന്. പക്ഷെ ഇപ്പൊ പാടിക്കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇതിന് ഉത്തരം പറയണ്ടേ? അതുകൊണ്ട് ഞാൻ പാടില്ല. ഞാൻ ജീന ടീച്ചറെ ഫോം വിളിച്ച് പാടിക്കൊടുത്തോണ്ട് ട്ടാ. ആ അതെ, അനന്തു വന്നു. ഹായ് അനന്തു, ആണോ വരണേ? ഇനിയിപ്പോ അവൻ വിളക്ക് എത്തിക്കാൻ പോവും. ചെറുക്ക നീ ഇപ്പല്ലേ വന്നുള്ളൂ, നിനക്ക് ഇനി ഇപ്പൊ തന്നെ വിളക്ക് കത്തിക്കാൻ പോണത്. നിനക്ക് എങ്ങനെ കിട്ടും? ആ അമ്മ കത്തിച്ചോളാം അത് പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, നമ്മള് ഓക്കെ ഇനി നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇനി ക്ലാസ് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് വർത്താനം പറയാം. അല്ലെങ്കിൽ ഞാനിവിടെ ഇരിക്കേണ്ട PPT വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ലിനസ് പോളിങ്ങിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്തായിരുന്നു? ഒരു കോവാലൻ ബോണ്ടിൽ നമ്മൾ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ് അല്ലെ, ഇലക്ട്രോൺസിന് ഷെയർ ചെയ്ത് വെച്ചേക്കാം. അപ്പോ ആ ഇലക്ട്രോണിനെ ഒരാൾക്ക് വലിച്ചെടുക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും അല്ലെ. ആ ടെൻഡൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ ആനിമേഷൻ കാണിച്ചു തന്നില്ലേ? എന്തായിരുന്നു അവിടെ ഷെയർഡ് ആയിട്ട് നമ്മുടെ HCl, Hഉം Cl അവിടെ ഇരിപ്പുണ്ട്. Hനും Clനും കൂടിയിട്ട് ആ ഷെയർഡ് ആയിട്ട് ഇരിക്കുന്ന ഇലക്ട്രോൺ Clന്റെ അടുത്തേക്ക് നീങ്ങി പോണണ്ട. ആ Clന് അതിനെ വലിച്ചെടുക്കാൻ ഒരു ടെൻഡൻസി ഉണ്ട്. ആ ടെൻഡൻസിനെയാണ് ഞാൻ എന്തെന്ന് പറഞ്ഞത്? ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞത്. മറന്നിട്ടില്ല എല്ലാരും? ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇനി ഇത് ഞാൻ എന്തുകൊണ്ട് വേഗം പറഞ്ഞു പോണത്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചെന്ന കാരണം കൊണ്ട്. അപ്പൊ അതിനൊരു സ്കെയില്, അത് മെഷർ ചെയ്യാൻ വേണ്ടി ഒരു സ്കെയിൽ ഉണ്ട്. അത് കണ്ടുപിടിച്ചത് ആരായിരുന്നു? ലിനസ് പോളിംഗ് എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ആയിരുന്നു. ഇതാണ് നമ്മുടെ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ സ്കെയില്. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ്. പക്ഷെ ഇതിനകത്ത് നോക്കി, ഈ താഴെ എഴുതിയേക്കണ കണ്ട 2.20, 0.98 എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വാല്യൂസ് കണ്ട. അതാണ് നമ്മുടെ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ വാല്യൂ. ഓക്കെ, അതിന്റെ ബേസിസിൽ നമ്മൾ പറഞ്ഞില്ലേ 1.7 അതിനേക്കാളും കൂടുതലോ ആണെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ആയിരുന്നു? അയണിക് കോമ്പൗണ്ട്. 1.7നേക്കാളും ലെസർ ആയിട്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ടെങ്കിലോ അതാരാ? കോവാലന്റ് കോമ്പൗണ്ട്സ്. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? വല്ല ഓർമ്മയുണ്ടോ? നോട്ട് പുസ്തകത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഒക്കെ അനങ്ങാണ്ട് ഇങ്ങനെ ഇരുന്നോ? ഇതൊക്കെ ഞാൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. ആരും എഴുതിയിട്ടില്ലേ? 1.7നേക്കാളും കൂടുതലാണെങ്കിൽ അയണിക് കോമ്പൗണ്ട് ആണ്. 1.7നേക്കാളും കുറവാണെങ്കിൽ നിനക്ക് വയ്യായിരുന്നു തോന്നുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. ലാസ്റ്റ് ആയിപ്പോ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ബാക്കിയുള്ളവർ എന്തുകൊണ്ട് എഴുതിയില്ല? ഓക്കെ, അപ്പൊ ഇതാണ് ഇതിൽ ഒന്നും കൂടി കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ സ്കെയിൽ. അപ്പൊ ഈ അറ്റത്തിരിക്കുന്നത് ഈ ഫ്ലൂറിന്റെ വാല്യൂ നോക്കി. ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ വാല്യൂ 3.98 എന്നാ. അതായത് ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആരാ? ഫ്ലൂറിൻ ആണ്. അപ്പൊ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആര്? ഇതൊക്കെ വൺ വേർഡ് ആയിട്ട് എക്സാമിന് ചോദിക്കും. ഫ്ലൂറിൻ ആണ്. അതിന്റെ വാല്യൂ നോക്കിയേ 3.98. ഓക്കെ, അപ്പൊ ഈ പീരിയോഡിക് ടേബിൾ അല്ല, ഇത് ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ടേബിൾ ആണ്. അതിന്റെ താഴെ എഴുതിയേക്കുന്നതാണ് ആ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കുറവ് ആർക്കാന്ന് നോക്കിയേ, കാണുന്നില്ലേ? നോക്കിട്ട് പറഞ്ഞാ മതി. കണ്ട? അതിനേക്കാളും കുറവുള്ള ആരെങ്കിലും ഉണ്ടോ? അതാണ് ഏറ്റവും ചെറിയ വാല്യൂ, ഏറ്റവും ഒട്ടും ഇലക്ട്രോനെഗറ്റീവ് അല്ലാത്ത ആള്. അപ്പൊ ഈ കോർണറിൽ കിടക്കുന്ന ആള് ഏറ്റവും ഒട്ടും ഇലക്ട്രോനെഗറ്റീവ് അല്ല. ഈ അറ്റത്ത് കിടക്കുന്ന നമ്മുടെ ആര്? ഫ്ലൂറിൻ ഭയങ്കര ഇലക്ട്രോനെഗറ്റീവാ. ഓക്കെ, അത്രയൊക്കെയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇനി ചിലപ്പോ ചില കോമ്പൗണ്ട്സ് തരും.
നിനക്ക് എന്താ എഴുതേണ്ടത്? ഇതാണോ എഴുതേണ്ടത്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് ശ്രദ്ധിക്കാണ്ടായി കഴിഞ്ഞപ്പോ പറഞ്ഞതാണ് റെക്കോർഡഡ് ക്ലാസ് മേടിച്ച് എഴുതണം എന്നൊക്കെ. എഴുതിയിട്ടില്ലേ? എഴുതിക്കോ. ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ സ്കെയില് കണ്ടുപിടിച്ചത് ലിനസ് പോളിംഗ്. അതിനകത്തുനിന്ന് കുറെ വാല്യൂസ് കണ്ടുപിടിച്ച് ഓരോന്നിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിക്ക് ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ളത് ഫ്ലൂറിൻ ആണ്. അതുപോലെ 1.7 അതിനേക്കാളും കൂടുതലോ വാല്യൂസ് ആണ് നമ്മുടെ ഇലക്ട്രോനെഗറ്റിവിറ്റിക്ക് എന്നുണ്ടെങ്കിൽ അത് അയണിക് കോമ്പൗണ്ട്സ് ആണ്. അതുപോലെ 1.7നേക്കാളും ലെസർ ആണെങ്കിൽ അത് കോവാലന്റ് കോമ്പൗണ്ട് ആണ്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് കോമ്പൗണ്ട്സ് തരും. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ അടുത്ത് അതിന്റെ എന്ത് കണ്ടുപിടിക്കാനും ഞാൻ പറയാൻ പോണേ, കോവാലന്റ് ആണോ അയണിക് കോമ്പൗണ്ട് ആണോ എന്നാണ് കണ്ടുപിടിക്കാൻ പറയാൻ പോണത്. ഓക്കെ, കഴിഞ്ഞിട്ടില്ലല്ലോ? എഴുതാത്തവരൊക്കെ എഴുതിക്കോട്ടോ. ബാക്കി എഴുതാത്ത എല്ലാരും എഴുതിയേ. ഇനി നമ്മളിത് എങ്ങനെ കണ്ടുപിടിക്കാൻ പോണേന്ന് അറിയോ? ഇനി ഞാൻ നിങ്ങൾക്ക്, കഴിയാത്തവർ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ തുടങ്ങാം ഓരോ കോമ്പൗണ്ട്സ് ആയിട്ട്. കഴിഞ്ഞോ? എല്ലാവരുടെയും കഴിഞ്ഞോ? ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു. ഒരു മിനിറ്റ്. അപ്പൊ നമ്മള് ഇനിയിപ്പോ ഞാൻ നിങ്ങളുടെ അടുത്ത് NaCl ഇപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോണേന്നാണ് പറഞ്ഞുതരാൻ പോണേ. ഇപ്പൊ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കാറ്റയോൺ ആനിയോൺ ഒക്കെ ഉണ്ടല്ലോ. അയണിക് കോമ്പൗണ്ട് ഇനിയിപ്പോ അയണിക്കിലാണെങ്കിൽ കോവാലന്റിലാണെങ്കിലും അതിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 എലമെന്റ്സ് ഒക്കെ 2-3 എലമെന്റ്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അവരുടെ നമ്മുടെ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കുക. ഓക്കെ, എന്നിട്ട് ആ ഡിഫറൻസ് 1.7നേക്കാളും കൂടുതലാണോ കുറവാണോ എന്ന് നോക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അഭിനവേ, എന്തിനാ ക്യാമറ ഓഫ് ചെയ്ത് പോയേക്കണേ? നോക്കിക്കോ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് NaCl HCl രണ്ടും എഴുതി വെച്ചോ. അപ്പൊ നമുക്ക് ഇത് അയോണിക് ആണോ കോവാലന്റ് ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മളിപ്പോ നിങ്ങളോട് ഞാൻ നിങ്ങൾക്ക് ആകെ ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുള്ളൂ. 1.7 മോറോ ആണെങ്കിൽ അയണിക്കും 1.7നേക്കാളും ലെസ് ആണെങ്കിൽ കോവാലന്റ് കോമ്പൗണ്ട് ആണ് അല്ലേ? ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സ്കെയില് നേരത്തെ കാണിച്ചു തന്നില്ലേ ഓരോന്നിനും അല്ലേ? കുറെ സ്കെയില് കാണിച്ചു തന്നില്ലേ? ഇന്ന എലമെന്റ് ആണെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഇത്രയാണ്, ഫ്ലൂറിൻ ആണെങ്കിൽ ഇത്രയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? NaCl ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അയണിക് ആണോ കോവാലന്റ് ആണോ എന്ന്. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? നമുക്കറിയാം 1.7നേക്കാളും കൂടുതലാണെങ്കിൽ അയണിക് ആണ്, കുറവാണെങ്കിൽ ആരാണ്? കോവാലന്റ് ആണ്. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യുന്ന അറിയോ? ഈ Naയുടെയും Clയുടെയും ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ പോയി നോക്കണം. ദേ ടേബിൾ നോക്കിയിട്ട് പറഞ്ഞേ. സോഡിയത്തിന്റെയും ക്ലോറിന്റെയും 0.93. ഇനി ക്ലോറിന്റെ നോക്കിയേ. ക്ലോറിന്റെ എത്രയാ? 3. ഓർത്ത് വെച്ചോട്ടാ, ഞാൻ ഓർത്ത് വെക്കൊന്നുമില്ല. വേഗം ഓർത്ത് എഴുതി വെച്ചോ, നോട്ടിൽ എഴുതി വെച്ചോ. ഇനി ഇവരുടെ ഡിഫറൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 3.16 മൈനസ് 0.93 ചെയ്തോ. എനിക്ക് ചെയ്തിട്ട് പറഞ്ഞോ. സോഡിയത്തിന്റെ എത്രയായിരുന്നു? 0.9. ഒരു മിനിറ്റ് ഇടാ. സോഡിയത്തിന്റെ എത്ര ഞാൻ നിന്നോട് പറഞ്ഞത്? 0.93. ക്ലോറിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിയോ? 3.16. ഇനി ഡിഫറൻസ് ഇൻ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഡിഫറൻസ് ഇൻ ഇലക്ട്രോനെഗറ്റിവിറ്റി എത്രയാ? 3.16 മൈനസ് 0.93. എത്ര കിട്ടിയത് എന്റെ മക്കൾക്ക്? 2.23.
ഈ 2.23 എന്ന് പറയുന്നത് 1.7നേക്കാളും ഗ്രേറ്റർ ആണോ ലെസ്സർ ആണോ ഈക്വൽ ടു ആണോ? അതല്ല പറ. കോവാലന്റ് അത് ആരാ പറഞ്ഞേ? കുത്തു ഞാൻ പിടിച്ചു. It is greater than 1.7. 1.7 ഗ്രേറ്ററോ ആണെങ്കിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞത്? കോവാലന്റ് ആണെന്നാണോ പറഞ്ഞത്? അപ്പൊ ആരപ്പോ കോവാലന്റ് എന്ന് പറഞ്ഞ? നീ തന്നെയല്ലേ പറഞ്ഞേ? കുത്തുവെച്ചെന്നാണ്ടല്ലേ ഇവിടെ വല്ലോടത്തായിരുന്നെങ്കിൽ എന്റെ കയ്യിൽ കിട്ടിയ സാധനത്തിന് ഞാൻ പറഞ്ഞേനെ. അവിടെ ആയിപ്പോയി. TV കോടേക്ക് എറിയാൻ പറ്റില്ല, സ്ക്രീനിൽ കോടേക്ക് എറിയാൻ പറ്റില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ തന്നെ ചെയ്തേ. എല്ലാവരും എഴുതി കഴിഞ്ഞാ? എല്ലാവർക്കും ചെയ്യാൻ മനസ്സിലായ? എങ്ങനെയാണ് അയണിക് ആണോ കോവാലന്റ് ആണോ എന്ന് കണ്ടുപിടിക്കാന്ന്? അമീനെ മനസ്സിലായോ? തനുഷ് സെറ്റായോ? തനുഷിന് മനസ്സിലായോ? ആഷേറിന് മനസ്സിലായോ? മനസ്സിലായി. അന്ന് അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും തന്നെ ചെയ്തോ. HCl. അപ്പൊ എച്ചിന്റെ വാല്യൂ എത്രയാ? എച്ചിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി നോക്കിക്കോ. 2.20. Cl 3.16. 2.20 3.16 എഴുതിക്കോ. ഇത്ര കാര്യം ഞാൻ എഴുതി തരാം, ചെയ്താൽ മതി. Electronegativity of hydrogen is 2.20. Electronegativity of chlorine is 3.16. അപ്പൊ അടുത്ത നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിഫറൻസ് ഇൻ ഇലക്ട്രോനെഗറ്റിവിറ്റി. -3.16 -2.20 എത്ര കിട്ടണേ? അപ്പൊ നിങ്ങക്ക് എന്താ മനസ്സിലായത്? 1.7 ഓർ മോർ ആണെങ്കിൽ അയോണിക്, 1.7നേക്കാളും ലെസ് ആണെങ്കിൽ കോവാലന്റ്. ഇതേതാ? കോവാലന്റ് കോമ്പൗണ്ട്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. നിങ്ങക്ക് എന്താ മനസ്സിലാവാത്തെ? പറഞ്ഞതാ. 0.96 എന്ന് പറയുന്നത് 1.7നേക്കാളും കുറവായോണ്ട് അയണിക്കായി. ഇത്രേ ഉള്ളൂ. നമ്മൾ രണ്ടെണ്ണത്തിന്റെയും ഇലക്ട്രോനെഗറ്റിവിറ്റി കണ്ടുപിടിക്കുക. ഇതിന്റെ സ്റ്റെപ്പ് എങ്ങനെയാ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? അതിലുള്ള എലമെന്റ്സിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എടുത്തെഴുതാം. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? ഡിഫറൻസ് ഇൻ ഇലക്ട്രോനെഗറ്റിവിറ്റി, രണ്ടിന്റെയും ഇലക്ട്രോനെഗറ്റിവിറ്റികൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. അത് 1.7നേക്കാളും കൂടുതലോ അല്ലെങ്കിൽ 1.7 ആണെങ്കിൽ ഏതാ? അയണിക് കോമ്പൗണ്ട്. അതിനേക്കാളും കുറവാണെങ്കിൽ കോവാലന്റ് കോമ്പൗണ്ട്. ഇപ്പൊ സെറ്റായോ? ഇനി ആരും തെറ്റിക്കില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. CaCl2. അതിന്റെ വാല്യൂസ് വേണല്ലേ? നോക്കിക്കോ, ഇതിനകത്ത് നിർത്തോ. CaCl2. എത്രയാ? സിയുടെ 100. ഒന്നും കൂടെ നോക്കിയേ. അപ്പൊ ഒന്നും കൂടെ ചെയ്യേണ്ട വരില്ലേ? 100 വരില്ലല്ലോ. പെട്ടെന്ന് പറഞ്ഞത് തെറ്റിയതാണല്ലേ. ഞാൻ വിചാരിച്ചു നീ അങ്ങനെ കാൽക്കുലേഷൻ ചെയ്തെന്ന്. ഓക്കെ, 1.00. Clന്റെ അപ്രോക്സിമേറ്റ്ലി നമുക്കറിയാം 3.16. അപ്പൊ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞേ. 3.16 -1.0 എത്രയാ?
2.16. That is greater than 1.7, which means ionic compound ആണോ covalent compound ആണോ? ഇത്രേ ഉള്ളൂ. ഇനിയുള്ള 3 ക്വസ്റ്റ്യൻ എന്റെ മക്കൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തോളൂ. MgF2 Na2O CH4. അപ്പൊ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇലക്ട്രോണെഗറ്റിവിറ്റിയുടെ സ്കെയിലും ഉണ്ട്. അത് ഇതിനകത്ത് എടുക്കണ്ട, നിങ്ങൾ ജസ്റ്റ് ഫ്ലൂറിന്റെ തന്നെ എടുത്താൽ മതി. ഇത് ഹോംവർക്കാ, എഴുതി വെച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ പോളാർ കോമ്പൗണ്ട്, യൂണിവേഴ്സൽ സോൾവെന്റ്, ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞതാ. ഇന്ന് ഞാൻ തുടങ്ങാൻ പോകുന്നത് വാലൻസി. വാലൻസി എന്താന്ന് പഠിപ്പിച്ചു തരും. നിങ്ങൾക്ക് അടുത്തത് ഞാൻ പിന്നെ പഠിപ്പിച്ചു തരാൻ പോകുന്നത് എന്നിട്ടാ ഒരു കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുല എങ്ങനെയാണ് എഴുതുക എന്നുള്ളത്. ഇത്രയും കാര്യം കൂടെ കഴിഞ്ഞ് നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അതിന്ന് തീർക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. എനിക്കറിയില്ല നമ്മൾ എവിടെ എത്തും എന്നുള്ളത്, കാരണം എനിക്കിത് കഴിഞ്ഞ് ക്ലാസ് ഉണ്ടേ. എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോയാൽ 9 മണി വരെ വേണമെങ്കിൽ ഇരുന്ന് തരൂന്നൊക്കെ. ഞാൻ എന്തിങ്ങനെ തലയാട്ടുന്നുണ്ട്, ഇരുന്ന് തരാന്നൊക്കെ. ശരിയടാ. അപ്പൊ എന്താ വാലൻസി? നമ്മുടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാണ്. നമുക്കറിയാം ആറ്റം ഉണ്ട്, അതിനകത്ത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാണ്. അപ്പൊ അതിനകത്ത് ഒന്നില്ലെങ്കിൽ നമ്മുടെ അവിടുന്ന് ലൂസായി പോകുന്ന ഇലക്ട്രോണിന്റെ എണ്ണം, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം, അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണം. അപ്പൊ നമുക്കറിയാം അയണിക് ബോണ്ട് ഫോം ചെയ്യുകയാണെങ്കിൽ ഒരാള് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യും, ഒരാൾ ഇലക്ട്രോണിനെ മേടിക്കും, അല്ലെ? അതേപോലെ കോവാലന്റ് ബോണ്ട് ആണെങ്കിലോ രണ്ടുപേരും തമ്മിൽ അവിടെ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും, അല്ലെ? അപ്പൊ നമ്മുടെ ഒന്നില്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷനിൽ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും, അല്ലെങ്കിൽ ഇലക്ട്രോണിന് ഒരാൾ കൊടുക്കും, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ നമ്മൾ മേടിക്കും. ഓക്കെ, അങ്ങനെ ആ എത്ര എണ്ണമാണ് നടക്കുന്നത്, എത്ര എണ്ണത്തിനെയാണ് കൊടുക്കണേ, അല്ലെങ്കിൽ എത്ര എണ്ണത്തിനെ മേടിക്കണേ, അല്ലെങ്കിൽ എത്ര എണ്ണത്തിനെയാണ് ഷെയർ ചെയ്യുന്നത്, ആ കൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാലൻസി. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് വാലൻസി. എഴുതി വെച്ചോ. വാട്ട് ഈസ് വാലൻസി? അപ്പൊ വാലൻസി എന്താന്ന് മനസ്സിലായി അല്ലേ? വാലൻസിന് ചോദിച്ചു നിങ്ങൾ പറഞ്ഞുതരും അല്ലേ? കുഴപ്പമില്ലല്ലോ. എഴുതി കഴിഞ്ഞില്ലേ? മനസ്സിലായില്ല? എടാ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അയണിക് കോമ്പൗണ്ടും കോവാലന്റ് കോമ്പൗണ്ടും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടായി. അപ്പൊ അയണിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവാന്നറിയോ? നമ്മുടെ ആറ്റത്തിന്ന് ഒന്നില്ലെങ്കിൽ ഇലക്ട്രോൺ പോവും, അല്ലെങ്കിൽ ഇലക്ട്രോൺ വരും. ഓക്കെ, ഇലക്ട്രോൺ വരാണെങ്കിൽ എന്താ ഉണ്ടാവാന്നറിയോ? നമ്മുടെ അത് നെഗറ്റീവ് അയോണോ? എന്താ എന്നോടാണോ? അല്ല. ഓക്കെ, അപ്പോ ഇലക്ട്രോൺ വരികയാണെങ്കിൽ എന്താ ഉണ്ടാവുക? നെഗറ്റീവ് അയോൺ ആയിട്ട് മാറും. അല്ലെങ്കിൽ ഇലക്ട്രോൺ പോവുകയാണെങ്കിൽ എന്തായിട്ട് മാറാം? പോസിറ്റീവ് അയോൺ ആയിട്ട് മാറും. ഓക്കെ, അപ്പോ അതേപോലെ അവിടെ ഇലക്ട്രോണിനെ ഒന്നില്ലെങ്കിൽ നമ്മൾ മേടിക്കണു, അല്ലെങ്കിൽ കൊടുക്കണം. ഇനി കോവാലന്റ് കോമ്പൗണ്ടിൽ എന്താ സംഭവിക്കണേ? അവരാരും ഇലക്ട്രോണിനെ കൊടുക്കുകയും മേടിക്കുകയും ഒന്നും ചെയ്യണില്ല. കോവാലന്റ് കോമ്പൗണ്ടിൽ എന്തുണ്ടാവുന്നത്? ഇലക്ട്രോൺസിനെ നമ്മൾ ഷെയർ ചെയ്യാം. മനസ്സിലായോ? ഇലക്ട്രോൺസിനെ നമ്മൾ കൊടുക്കണില്ല. ഇതൊക്കെ ഇപ്പൊ തന്നെ തറപ്പിച്ചു വെച്ചോട്ടോ. അപ്പോ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് ഇലക്ട്രോണിനെ കൊടുക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ മേടിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യാം. ഇത് എത്ര ഉണ്ട്? അതിനെയാണ് നമ്മൾ വാലൻസി എന്ന് പറയുന്നത്. അപ്പൊ കുഴപ്പമില്ലല്ലോ. ഇതിന് പ്രോബ്ലം ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പേടിക്കണ്ട. ഓക്കെ, കൺസെപ്റ്റ് ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. ഇനി അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്തു വരുമ്പോ. ചെയ്യാം നമുക്ക്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ ഫോർമുല. ഒരു കോമ്പൗണ്ടിന്റെ, ഇപ്പൊ ഞാൻ ഇത്ര നേരം നിങ്ങളുടെ അടുത്ത് സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ NaCl ആണ്, NaCl ആണെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നു. പക്ഷെ അത് എങ്ങനെ NaCl ആയത്? അത് ആരെങ്കിലും അങ്ങനെ കണ്ടുപിടിച്ചതാണല്ലോ. അപ്പൊ സോഡിയം ക്ലോറൈഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ Na2Cl എന്ന് എഴുതിക്കൂടെ, അല്ലെങ്കിൽ Na2Cl3 എന്ന് എഴുതിക്കൂടെ. അത് എന്തുകൊണ്ട് NaCl എന്ന് എഴുതാൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നെ ഇത്ര നാൾ പറഞ്ഞില്ലല്ലോ. NaCl ആണെന്നല്ലേ പറഞ്ഞെന്നുള്ളൂ. ഇനി അത് എങ്ങനെയാണ് NaCl ആയത് എന്നാണ് പഠിപ്പിക്കാൻ പോണത്. ഓക്കെ, സോഡിയവും ക്ലോറൈഡും ചേർന്നാൽ നമ്മൾ അതിനെ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ NaCl എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പോണേ. അപ്പൊ നോക്കിക്കോ, നമ്മൾക്ക് ഒരു കെമിക്കൽ ഫോർമുല എഴുതണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് അറിയേണ്ട കാര്യം എന്താന്ന് നോക്കിയേ. The element having lower electronegativity comes first. അപ്പൊ നമ്മളിപ്പോ എന്തിനാ ഇലക്ട്രോണെഗറ്റിവിറ്റി പഠിച്ചതെന്ന് മനസ്സിലായോ? അതറിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പൊ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവുള്ള ആളെയാണ് നമ്മൾ എപ്പോഴും ഫസ്റ്റ് എഴുതി വെക്കുക. അത് മനസ്സിലാക്കിക്കോ. പിന്നെ നോക്കിക്കോ, റൈറ്റ് ദ സിമ്പിൾ ഓഫ് കോൺസ്റ്റുവന്റ് എലിമെന്റ്സ് ടുഗെദർ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് സോഡിയം ക്ലോറൈഡിന്റെ കേസ് പറഞ്ഞിരുന്നെന്ന് വിചാരിക്കട്ടോ. അപ്പൊ നമുക്കറിയാം ആ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് നോക്കി, റൈറ്റ് ദ സിമ്പിൾ ഓഫ് കോൺസ്റ്റുവന്റ് എലിമെന്റ്സ് ടുഗെദർ. നമ്മൾ എഴുതാൻ പോകുന്നത് ആരുടെയാടാ? സോഡിയം ക്ലോറൈഡിന്റെ ട്ടാ, സോഡിയം ക്ലോറൈഡ്. ഓക്കെ, അപ്പൊ സോഡിയത്തിന്റെ ആശ്വർ എനിക്ക് പറഞ്ഞേ, സോഡിയത്തിന്റെ സിമ്പിൾ എങ്ങനെയാ? ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാ പണ്ട്. Na. ഓക്കെ. ഇനി ക്ലോറിന്റെ സിമ്പിള്, ക്ലോറിന്റെ ആരെനിക്ക് പറഞ്ഞുതരാ? അനന്ത് പറഞ്ഞേ ക്ലോറിന്റെ സിമ്പിള്. വേഗായിക്കോട്ടെ. ക്ലോറിന്റെ സിമ്പിള് Cl. ഓക്കെ, അപ്പൊ നമുക്കിത് സോഡിയത്തിന്റെ എന്നും Cl ക്ലോറിന്റെയും കിട്ടി. ഇനി നമ്മൾ ഇതിനെ എങ്ങനെയാണ് ഒരു കെമിക്കൽ ഫോമിൽ ആക്കണേന്നാണ് പഠിക്കാൻ പോണത്. അപ്പൊ നോക്കി, അടുത്തത് നോക്കിക്കോട്ടെ. ഇതിനകത്ത് ഇവർ പറയാണ്, ഈ സിമ്പിൾസ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഈ സിമ്പിൾസ് ഉള്ള ആൾക്കാർ ഒരുമിച്ച് എഴുതണം. ഇനി ഒരുമിച്ച് എഴുതണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ? ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവുള്ള ആളാണ് ആദ്യം വരുന്നത്. നമുക്കറിയാലോ ക്ലോറിന് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇത്തിരി കൂടുതലാണ്, സോഡിയത്തിനല്ലേ കുറവ്. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടിട്ടല്ലേ വന്നത് അതൊക്കെ. അപ്പൊ നമ്മൾ ആദ്യം Na എഴുതി, പിന്നെ Cl എഴുതി. അതും ക്ലിയർ ആയി. അടുത്ത സ്റ്റെപ്പ് നോക്കി, interchange the valencies of each element and write them as base index. ഓക്കെ, അടുത്തത് പറയാണ് നമ്മള് ഈ വാലൻസീസ് കണ്ടുപിടിച്ചിട്ട് ഇന്റർചേഞ്ച് ചെയ്യണമെന്ന്. ഞാൻ എന്താ വാലൻസി എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? ഒന്നില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം, അല്ലെങ്കിൽ മേടിക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം, അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണം. സോഡിയം ക്ലോറൈഡിൽ എന്താ ഉണ്ടാവുന്നത്? സോഡിയം ഒരു ഇലക്ട്രോണിനെ കൊടുക്കണു, ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ മേടിക്കുന്നു, അല്ലേ? അങ്ങനെയല്ലേ ഉണ്ടാവുന്നത്? അപ്പൊ അവിടെ ഒരു ഇലക്ട്രോണിന്റെ എക്സ്ചേഞ്ച് ഉണ്ടാവുന്നത്. അപ്പൊ അവിടെ സോഡിയത്തിന്റെ വാലൻസി എത്രയാടാ? സോഡിയത്തിന്റെ വാലൻസി 1, ക്ലോറിന്റെ വാലൻസിയോ 1. അതെങ്ങനെയാ മനസ്സിലായേ? ആശ്വര എനിക്ക് പറഞ്ഞത് എങ്ങനെയാ മനസ്സിലായെന്ന്? സോഡിയത്തിന്റെ വാലൻസി എങ്ങനെയാ 1 ആണെന്ന് നമുക്ക് മനസ്സിലായത്? ഒരു ഇലക്ട്രോണിനെയാണ് നമ്മൾ കൊടുക്കുന്നത്. സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാ? 281 അല്ലേ? അതിനകത്ത് നിന്ന് ഈ ഒരെണ്ണത്തിനെ കൊടുത്തിട്ടാണ് അത് സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്ത് സ്റ്റേബിൾ ആവുന്നത്. അപ്പൊ 1 അല്ലേടെ അതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പൊ 1 അല്ലേ അതിനകത്തുള്ളത് വാലൻസി. അത്രേ ഉള്ളൂ. ക്ലോറിന്റെ കേസിൽ എങ്ങനെയാ? 287 അത് ഒരെണ്ണത്തിന് മേടിക്കുക സ്റ്റേബിൾ ആവാൻ വേണ്ടിട്ട്. അപ്പൊ അവിടെ അതിന്റെ വാലൻസി എത്രയാ? അതിന്റെ വാലൻസി 1. ഇനി നമ്മുടെ അടുത്ത് ഇവിടെ പറഞ്ഞേക്കണത് നോക്കിയേ, ഇന്റർചേഞ്ച് ദ വാലൻസീസ്. രണ്ടിന്റെ വാലൻസീനെ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാൻ. അതിപ്പോ നിങ്ങൾക്ക് ഇതിനകത്ത് മനസ്സിലാവില്ല, അത് ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ എന്നാലും പഠിച്ചോ, സോഡിയത്തിന്റെ വാലൻസിയുടെ കൂടെ ക്ലോറിന്റെ വാലൻസി എഴുതണം, ക്ലോറിന്റെ കൂടെ സോഡിയത്തിന്റെ വാലൻസി, അങ്ങനെ. അപ്പൊ എങ്ങനെ എഴുതാ? Na1 Cl1. ഇനിയിപ്പോ അവിടെ 2, 3 ഒക്കെ ആവുമ്പോഴാണ് അതിനവിടെ പ്രയോറിറ്റി ഉള്ളൂ. ശരിക്കും 1 എന്ന് പറയുമ്പോൾ നമ്മൾ അത് എഴുതേണ്ട കാര്യമില്ല, NaCl തന്നെ എഴുതുള്ളൂ. നമുക്ക് ഇനി 2 വരുന്ന കേസ് വേറെ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ പറയാണ്, ഡിവൈഡ് ഈച്ച് ബേസ് ഇൻഡെക്സ് വിത്ത് എ കോമൺ ഫാക്ടർ ഓഫ് ഇൻഡിസസ്. ഇപ്പൊ ഇവിടെ 1 തന്നെയാ, നമുക്ക് ഡിവൈഡ് ചെയ്യാനൊന്നുമില്ല. ഇനി നമ്മൾ ചിലപ്പോൾ വാലൻസി എഴുതുമ്പോഴേ ഇങ്ങനെ വന്നാലേ Na4Cl4 എന്നങ്ങനെ വരാണെങ്കിൽ നമുക്ക് ഇതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് NaCl എഴുതിക്കൂടെടാ. അതാണ് പറഞ്ഞത്. ഇപ്പൊ ഇവിടെ അങ്ങനെ വരുന്നില്ല. ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കോമൺ ഫാക്ടറിന്റെ ഒന്നും ആവശ്യമില്ല, അവിടെ 1 തന്നെ ഇല്ലേ. ഇനി അങ്ങനത്തെ കേസുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കോമൺ ഫാക്ടർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഏറ്റവും ചെറുതാക്കി എഴുതണം. മനസ്സിലായോ? മനസ്സിലായി, തലയാട്ടുന്നുണ്ട്. ഇനി എഴുതിയേക്കാണ്, ഇഫ് ദ ബേസ് ഇൻഡെക്സ് ഇസ് 1 ആണെങ്കിൽ നോ നീഡ് ടു റൈറ്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം, NaCl എങ്ങനെയാടാ? Na1 Cl1 രണ്ടും 1 ആ 1 എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഇത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്തൊക്കെയാ പറഞ്ഞത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? നമ്മുടെ എലമെന്റ്സിന്റെ സിമ്പിൾസ് ഒരുമിച്ച് എഴുതാ. ഒരുമിച്ച് എഴുതുമ്പോ എങ്ങനെയാ നമ്മൾ എഴുതേണ്ടത്? ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവുള്ള ആളെ ആദ്യം എഴുതണം. ഓക്കെ, പിന്നെ അടുത്ത സ്റ്റെപ്പിൽ എന്താ പറഞ്ഞത്? രണ്ടുപേരുടെയും വാലൻസീനെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ബേസിൽ കൊണ്ട് എഴുതി വെക്കണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇനി അങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം അടുത്തത് എന്താ? എന്തേലും കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ വെട്ടിക്കളയാ. അടുത്ത സ്റ്റെപ്പ് എന്താ? 1 ആണെങ്കിൽ എഴുതണ്ട. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇതിപ്പോ NaCl ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര ഇതായത്. ഇനി നിങ്ങൾക്ക് വല്ല 2ഉം 3ഉം വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ വരില്ലേ? ഓക്കെ, നമുക്ക് നോക്കാം.
ചെയ്യിക്കട്ടെ? കഴിഞ്ഞു. അടുത്ത നമ്മൾ ചെയ്യാൻ പോണത് MgO. മഗ്നീഷ്യം 12 ആണ് അതിന്റെ ആറ്റമിക് നമ്പർ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാ? 282 ഇങ്ങനെയല്ലേ എഴുതാ? അല്ലേ? അപ്പൊ ഇതിനകത്ത് ഈ രണ്ടെണ്ണം പോയി കഴിഞ്ഞാൽ അതിന് സ്റ്റേബിൾ ആവാലോ അല്ലേ? ഈ രണ്ടെണ്ണത്തിന് കൊടുക്കല്ലേ അത് ചെയ്യാ. അപ്പൊ ഇതിന്റെ വാലൻസി എത്രയാ? 2. ഓക്കെ, അടുത്ത നോക്കിക്കോ. ഓക്സിജൻ 8. അതെങ്ങനെയാ നമ്മൾ എഴുതാ? 2 6. ഇതിന് ഇവിടെ രണ്ടെണ്ണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവും അല്ലേ? അപ്പൊ അതിന്റെ വാലൻസി എത്രയാ? അതിന്റെ വാലൻസി എത്ര ഇനീക? ഇനീക 2. അതെങ്ങനെയാ മനസ്സിലായത്? ഓക്സിജന്റെ എങ്ങനെ 2 ആണെന്ന് നമുക്ക് മനസ്സിലായത്? പറഞ്ഞോ. നമുക്ക് എല്ലാവരുടെയും ടെൻഡൻസി എന്താ? ഏതൊരു ആറ്റത്തിന്റെയും കെമിക്കൽ നേച്ചർ എന്താ? സ്റ്റേബിൾ ആവണം. സ്റ്റേബിൾ ആവണമെങ്കിൽ ഒക്ടറ്റ് വേണം. ഇത്രയും കാര്യം നമുക്കറിയാം അല്ലേ? അപ്പൊ ഇവിടെ 282 എന്നാണ് കോൺഫിഗറേഷൻ എഴുതണേ. ഈ രണ്ടെണ്ണത്തിന് കളഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സ്റ്റേബിൾ ആവാം. ഇവിടെ ദേ ഓക്സിജനെ സംബന്ധിച്ചിടത്തോളം 26 എന്നാ. അതിന് ഈ രണ്ടെണ്ണത്തിന് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റേബിൾ ആവാം. അപ്പൊ ഇതിന്റെ വാലൻസി എന്ന് പറഞ്ഞാൽ 2 ആ. കാരണം നമുക്ക് ഈ 2 ഇലക്ട്രോണിനെയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ 2 ഇലക്ട്രോണിനെയാണ് മേടിക്കാൻ പോകുന്നത് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ പറഞ്ഞ രണ്ടാൾക്കാരുടെ വാലൻസി എത്രയാ? പറ. 2. അപ്പൊ ഇതിന്റെ വാലൻസി ഇസ് 2. ഓക്സിജന്റെ വാലൻസി ഇസ് 2. ഇനി ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? മഗ്നീഷ്യം എന്ന് പറയുമ്പോ Mg, ഓക്സിജൻ എന്ന് പറഞ്ഞ O. ഓക്കെ, ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവുള്ള ആള് ആദ്യം നമ്മൾ എഴുതണം. ആ ടേബിൾ നോക്കിയേ. ആ ടേബിളില് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടല്ലോ, അതിനകത്ത് നോക്കിയാൽ മതി. ഞാൻ എപ്പോഴും ഇത് കാണിച്ചു തരേണ്ട കാര്യമില്ല. നോക്കിയേ, Mgയുടെയും Oയുടെയും. Oയുടെ 3.44, Mgയുടെ 1.31. അപ്പൊ ആരാടെ കുറവ്? മഗ്നീഷ്യത്തിന്റെ അല്ലേ? അപ്പൊ Mgനെ നമ്മൾ ആദ്യം കൊണ്ട് എഴുതാം. Mgനെ ആദ്യം എഴുതാം. അപ്പൊ നമ്മള് MgO എന്ന് എഴുതി, അടുപ്പിച്ച് എഴുതി. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ? വാലൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് എഴുതണം. ഇതിന്റെ വാലൻസിയും 2 ആ, ഇതിന്റെ വാലൻസിയും 2 ആ. അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്ത് എഴുതിക്കോ. Mg2O2. അടുത്ത സ്റ്റെപ്പ് എന്താ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് കളയണം. രണ്ടും 2 അല്ലേടാ, അതിന് 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കളഞ്ഞൂടെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? Mg1O1. 2 വെച്ച് ഡിവൈഡ് ചെയ്തു നമ്മള്. ഇനി 1 ആയി കഴിഞ്ഞാൽ 1 എഴുതേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഇത് ഏതാടാ? MgO, മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുമ്പോ MgO. ഇതിനി മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എഴുതാൻ പറ്റില്ല എന്നുള്ള ആരെങ്കിലും? വാലൻസിയോ? അത് ഞാൻ ചെയ്യിക്കാം, അടുത്തതിൽ ചെയ്യിക്കാം. ഓക്കെ, 3 വന്ന എന്തുണ്ടാവാ? ഇവിടെ 3, ഇവിടെ 2. അപ്പൊ എന്തുണ്ടായി? Mg2O3. ഇന്റർചേഞ്ച് ചെയ്യുമ്പോ അങ്ങോട്ട് കിട്ടി ഇങ്ങോട്ട് കിട്ടും, അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ നിനക്ക് ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റോ? കോമൺ ഫാക്ടർ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ Mg2O3 എന്ന് എഴുതി എൻഡ് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. മനസ്സിലായ? അനന്തു മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ചെയ്തോ? ഹൈഡ്രജനും ഓക്സിജനും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് വാലൻസി പറഞ്ഞത് എനിക്ക്. ഹൈഡ്രജന്റെ 1, ഓക്സിജന്റെ 2 6. അപ്പൊ ഒരെണ്ണത്തിനെയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഹൈഡ്രജന് സ്റ്റേബിൾ ആവാം. അപ്പൊ വാലൻസി ഇസ് 1. ഓക്സിജനെ സംബന്ധിച്ചിടത്തോളം ഓക്സിജന് 2 എണ്ണത്തിനെയും കൂടെ കിട്ടിയാലാണ് സ്റ്റേബിൾ ആവാൻ പറ്റുള്ളൂ. അപ്പൊ വാലൻസി ഇസ് 2. ഞാൻ നിങ്ങളോട് പറഞ്ഞു Hഉം Oയും ആണ് നമ്മുടെ സിമ്പിൾസ് അല്ലെ? Hഉം Oയും. ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവുള്ള ആളെ മുമ്പിൽ എഴുതണം. ഇനി ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം കാണിച്ചു തരട്ടെ. ഇത് എപ്പോഴും വന്ന് ഈ ടേബിൾ നോക്കാൻ ബുദ്ധിമുട്ടാ.
പക്ഷെ നിങ്ങൾക്കറിയാം പീരിയോഡിക് ടേബിൾ ഏകദേശം ഇതേപോലൊക്കെ തന്നെയാ, ഈ എലമെന്റ്സ് ഇങ്ങനെ തന്നെയാ. ഈ അറ്റത്തുള്ളവർക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി പൊതുവെ കുറവാ, ഈ അറ്റത്തേക്ക് പോകും തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും. അപ്പൊ ഈ ഓക്സിജൻ, ക്ലോറിൻ, ഫ്ലൂറിൻ എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഈ സൈഡിലാ. അപ്പൊ നമ്മൾ കാണാപ്പാടെ അതിന്റെ വാല്യൂസ് പഠിച്ചില്ലെങ്കിൽ നമുക്ക് എന്തറിയണം, ഈ സൈഡിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ എപ്പോഴും കൂടുതലാണ്, ഇവിടെയുള്ളവർക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ എപ്പോഴും കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പൊ ഈ അറ്റത്തുള്ള ഒരാളും ആ അറ്റത്തുള്ള ഒരാളും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യം അറിയണം, നമ്മുടെ ഈ ക്ലോറിൻ, ഫ്ലൂറിൻ, ഓക്സിജൻ എന്ന് പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാ. അതുകൊണ്ട് നമ്മൾ അവരെ ലാസ്റ്റ് വേണം എഴുതാൻ. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് എപ്പോഴും പോയി ആ ടേബിൾ നോക്കണ്ടല്ലോ. ഇനി ഇത് ചെയ്തോ, ഹൈഡ്രജനും ഓക്സിജനും. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, ഹൈഡ്രജൻ നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ ഏത് സൈഡിലാണ് ഇരിക്കുന്നത്, ലെഫ്റ്റ് സൈഡിലാ. റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് ഓക്സിജനാ. അപ്പൊ ഓക്സിജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഇത്തിരി കൂടി കൂടുതലല്ലേടാ, കൂടുതലാ. അപ്പൊ നമ്മൾ ഹൈഡ്രജനെ ഫ്രണ്ടിൽ എഴുതി. അപ്പൊ HO ഒരുമിച്ച് എഴുതിട്ടാ, HO എന്ന് ഒരുമിച്ച് എഴുതി. അടുത്ത സ്റ്റെപ്പ് എന്താടാ, വാലൻസിനെ എക്സ്ചേഞ്ച് ചെയ്യണം. ഹൈഡ്രജന്റെ വാലൻസി 1, ഓക്സിജന്റെ വാലൻസി 2 ഇന്റർചേഞ്ച് ചെയ്ത് എഴുതിയേ. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്, H2O. ഇതിനകത്ത് എന്തെങ്കിലും ഡിവൈഡ് ചെയ്ത് കളയാനുണ്ടോ, ഇല്ല. 1 എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ, 1 ദേ ഇവിടെ ഒരെണ്ണം കിടക്കുന്നുണ്ടായി, അത് ഞാൻ എഴുതിയില്ല. ഓക്കെ, 1 ഉണ്ടായിങ്ങ അത് അടുത്ത സ്റ്റെപ്പിൽ അത് എഴുതാണ്ട് എടുത്ത് എഴുതാം. അപ്പൊ ഈ പറഞ്ഞ ആൾ ആരായിരുന്നു, വാട്ടർ, H2O. കഴിഞ്ഞോ? ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? എന്താടാ, എന്താ പറയാൻ വന്നതിനോട്? ഹലോ, എന്താ പറയാൻ വന്നതിനോട്? ഒന്നുമില്ല, കുഴപ്പമില്ല. അടുത്തത് ചെയ്തോ. ഞാൻ പറയാം, എല്ലാം ചെയ്യിക്കണില്ല. എല്ലാം ചെയ്യിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോംവർക്ക് എന്തെങ്കിലും വേണ്ടേ? CCl4 ഹോംവർക്ക് ആയിട്ട് ചെയ്തോ. വേണ്ട, CCl4 നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, ഞാൻ പറഞ്ഞുതരാം. കാർബണിന്റെ കേസില് 6 ആണ് വാലൻസി കേട്ടോ, സോറി 6 ആണ് ആറ്റമിക് നമ്പർ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാ, 2,4. ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എത്ര ഇലക്ട്രോൺസ് വേണം, എത്ര എണ്ണത്തിന് വേണം, 4 എണ്ണം അതിനുണ്ട്. 10. ഒക്ടറ്റ് എന്ന് പറഞ്ഞാൽ എന്താടാ, ഒക്ടറ്റ് 8 ഇലക്ട്രോൺ. അപ്പോ 4ന്ന് 8 ആവാൻ എത്ര എണ്ണം കൂടെ വേണം, 4 എണ്ണം കൂടെ വേണ്ടടാ. അപ്പൊ വാലൻസി 4. ഓക്കെ, ക്ലിയർ അല്ലേ അഭിനവേ? അഭിനവിന് ഡൗട്ട് ആയോ? എന്താ പറ്റിയേ? 8 ആവാൻ 2 എണ്ണം മതിയാ? ഈ ഷെല്ലല്ല, ലാസ്റ്റ് ഷെല്ലില് ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലാസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് ഉണ്ടായി കഴിഞ്ഞാൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അതിന് ഓൾറെഡി 4 എണ്ണം ഉണ്ട് ലാസ്റ്റ് ഷെല്ലില്. 4 എണ്ണത്തിന് കൂടി കിട്ടിയാ പോരെ 8 ആവാൻ. അപ്പൊ അതിന് സ്റ്റേബിൾ ആയിക്കൂടെ? അപ്പൊ അതിന്റെ ബാലൻസ് എത്രയാ, 4. ക്ലോറിന്റെ കേസിലോ, ക്ലോറിന്റെ ആറ്റമിക് നമ്പർ 17 ആ. അപ്പൊ 2, 8, 7. അപ്പൊ അതിന് ബാലൻസ് എത്രയാ, ഒരെണ്ണം കൂടെ മതിയില്ലേ സ്റ്റേബിൾ ആവാൻ. ബാലൻസ് ഈസ് 1. ഒരെണ്ണത്തിന് കിട്ടിയാ പോരെ അതിന്. അപ്പൊ നമ്മുടെ കാർബണിന്റെ കേസിൽ 4 എന്ന് പറയുന്നത് 8ന്റെ പകുതിയാ. അപ്പൊ ഒന്നില്ലെങ്കിൽ 4 എണ്ണത്തിന് അതിന് കൊടുക്കാം, അല്ലെങ്കിൽ 4 എണ്ണത്തിന് മേടിക്കാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, ഇനി നോക്കിക്കോ, അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്താ പറഞ്ഞത്, CCl ഒരുമിച്ച് എഴുതാം, കാരണം Cl-ന് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാ. അടുത്ത സ്റ്റെപ്പ് എന്താ, ഇലക്ട്രോനെഗറ്റിവിറ്റി കഴിഞ്ഞതിന് ശേഷം വാലൻസീസിനെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാ. കാർബണിന്റെ വാലൻസീസ് 4, ക്ലോറിന്റെ വാലൻസീസ് 1. 2 എക്സ്ചേഞ്ച് ചെയ്ത് എഴുതിയടാ. C1 Cl4. നമുക്ക് എന്തെങ്കിലും കോമൺ ഉണ്ടോ കളയാൻ? ഇല്ല, കോമൺ ആയിട്ടൊന്നുമില്ല. ആ 1നെ എഴുതട്ടല്ലോ നമുക്ക്.
അപ്പൊ CCl4 ഇതാണ് നമ്മുടെ എലിമെന്റ്, സോറി കോമ്പൗണ്ട്. ഓക്കെ അല്ലേ? ഇതും കുഴപ്പമില്ലല്ലോ. ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തതിനു ശേഷം ഞാൻ ഹോംവർക്ക് തരാം. ഇത് കഴിഞ്ഞെങ്കിൽ പറയട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്യാൻ നോക്ക്, പറ്റുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യാം. അല്ല നീ എന്ത് ചെയ്യായിരുന്നു ഇത്രയും? അല്ല കാര്യം, നീ എന്ത് ചെയ്യായിരുന്നു ഇത്രേരം? കുത്തുവെച്ചെന്നാണ്ടില്ലേ ഞാൻ? ഇപ്പൊ എനിക്ക് മൂർച്ചയില്ലാണ്ടായി പോയി, അല്ലെങ്കിൽ ഇത് വെച്ചാണ് കുത്തിയല്ലേ. ആ പിന്നെ ഇത്ര ദിവസമായിട്ട് പഠിപ്പിക്കാൻ എനിക്ക് വിഷമാവില്ലേ? ഞാൻ എപ്പോഴും പോയിട്ട് എന്റെ +2 പിള്ളേരോട് പറയണ്ട 9 പിള്ളേര് ഭയങ്കര സംഭവം, എന്റെ ഭയങ്കര സംഭവം. അവര് പറയും ഒന്ന് കമ്പാരിസൺ നിർത്തോന്ന്. ഈ പറയണ 9 പിള്ളേരെ പറ്റിയല്ലേ ഞാൻ പോയി പറഞ്ഞോണ്ടിരിക്കണേ. ഞാൻ നല്ലതാ പറഞ്ഞോണ്ടിരിക്കണേ. ഇനി ഞാൻ നല്ലത് പറയണോന്ന് 2 വട്ടം ആലോചിക്കട്ടെ. എടാ ശരിക്കും ഞാൻ നിങ്ങളെ പറ്റി നല്ലതാ പറയാറ്. അപ്പൊ അവർക്ക് അസൂയ. അവര് പറയാം എന്നാ പിന്നെ എന്തിനാ ഞങ്ങളെ പഠിപ്പിക്ക? എന്താടാ? എടാ ശരിക്കും ഞാൻ നിങ്ങളെ പറ്റി നല്ലതാ പറയാറ്. അപ്പൊ അവര് പറയാം എന്നാ പിന്നെ എല്ലാ ദിവസവും 9 പിള്ളേരെ പഠിപ്പിച്ച് ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ടാവും. നിങ്ങളുടെ പേര് എന്താ? എടാ ശരിക്കൂടാ, ഞാൻ ശരിക്കും നിങ്ങളെ പറ്റി എപ്പോഴും പറയാം. അപ്പൊ അവര് പറയും ഇത്ര ഇഷ്ടാണോ? എടാ ഞാൻ പറ്റിക്കില്ല, ഞാൻ ഉള്ള കാര്യം പറയുള്ളൂ. ശരിക്കും എന്നിട്ട് അവരെന്നോട് പറഞ്ഞു അവരെ ഇഷ്ടന്നുണ്ടെങ്കിൽ അവരെയും കെട്ടിപ്പിടിച്ചിരുന്നോളെ. എനിക്ക് വിഷമമായി. ശരിക്കും ഇങ്ങനെയൊക്കെ എന്നോട് അവര് പറയണേ. ഞാൻ ഒരു പാവായോണ്ട്. അടുത്ത ചെയ്തോ. എലും ഓയും ദേഷ്യം വരുമ്പോ എനിക്ക് ചിരി. ദേഷ്യം പിടിച്ചിരിക്കും. നിങ്ങൾ പിള്ളേരായതുകൊണ്ടാ ഞാൻ ഇനി ദേഷ്യം പിടിക്കാൻ നോക്കാം. പക്ഷെ എനിക്ക് ചിരി വരും, ആണ് പ്രശ്നം. വേഗം ചെയ്തോ. എലും ഓയും എഴുതിക്കോ. അലൂമിനിയവും ഓക്സിജനും. എലിന്റെ 283, ഓക്സിജന്റെ 26. ബാലൻസി പറഞ്ഞേ. 3. ബാലൻസി 2. എലും ഓയും ആണ് സിമ്പിള്. അവർ രണ്ടുപേരും അങ്ങോട്ട് അടുപ്പിച്ച് എഴുതിക്കോ. കാരണം ഓക്സിജൻ ആണ് ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടുതൽ. രണ്ടുപേരുടെയും വാലൻസിന് തമ്മിൽ അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്ത് എഴുതിക്കോ. പറഞ്ഞോ. എന്നെ പറ്റിക്കണു. കഴിഞ്ഞ എഴുതിയ എല്ലാവർക്കും ചെയ്യാൻ കിട്ടുന്നതൊക്കെ ഇത് തെറ്റിക്കരുതിട്ട് ഇനി പരീക്ഷയ്ക്ക് പോയിട്ട് ഒരു 100 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യിക്കുന്നുണ്ട്. ആ മാർക്ക് നോക്കട്ടെ ഞാൻ. ഒക്കത്തിന്റെ മാർക്ക് നോക്കട്ടെ ഞാൻ. ഇത് കടിക്കുവന്നൊക്കെ എഴുതിയോ? എല്ലാരും എഴുതിയോ? ഓക്കെ ഇനി ഹോംവർക്ക് 2 ക്വസ്റ്റ്യൻസ്. സിയും ഓയും കാർബണും ഓക്സിജനും എന്താണ് മറ്റേത് കഴിഞ്ഞില്ലേ? എന്നാ
അല്ലെങ്കിൽ മിന്നൽ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാറുള്ള ടീമാണല്ലോ. എന്തേന്ന് മിന്നൽ ഇടിവെട്ടൊന്നും ഇല്ലേ? മിന്നല് മിന്നല് വേണ്ട വേണ്ട, ഞാൻ പാടുന്നില്ല. ക്ലാസ് തീരാറായി, അതുകൊണ്ടാണ് ഞാൻ അറിയാണ്ടായാലും പാടിയത്. ഇനി നിങ്ങള് വേണ്ട, ഇറങ്ങിപ്പോണ്ട, ഇറങ്ങിപ്പോ എനിക്ക് ചീത്ത. വേണ്ട 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 വേണ്ട. എന്താടാ പറഞ്ഞോ? ഏതാ മനസ്സിലാവാഞ്ഞേ? AL0 അല്ല, ALO. ഇപ്പൊ മറ്റേ പുരായണവും പാരായണവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങോട്ട് വരും. ഞാൻ ഒക്കത്തിന്റെ വീട് കണ്ടുപിടിച്ച വീട്ടിലേക്ക് വരും ഞാൻ അടിക്കാൻ. വൈകുന്നേരമല്ലേ നിങ്ങളെ പഠിപ്പിക്കണേ? രാവിലെ മറ്റേ ട്രെയിൻ കയറി വരാൻ എനിക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ആ എനിക്ക് അഭിനവ്, നിന്റെ സ്ഥലം തിരുവനന്തപുരം ആയിരുന്നില്ലേ? അല്ലേ? പിന്നെ ആ എറണാകുളാണ്. പോയടാ അവിടുന്ന്. ഞാൻ ബസ് കയറി വരും വേണമെന്ന് വെച്ച് കഴിഞ്ഞാ, അല്ല ഞാൻ വണ്ടി ഓടിച്ചു തരും. എനിക്ക് വണ്ടി ഓടിക്കാനൊക്കെ അറിയാം, എല്ലാ വണ്ടി ഓടിക്കാൻ അറിയാം. ബൈക്ക് അറിയില്ല, കാറ് സ്കൂട്ടർ ഓടിക്കും. ഓക്കെ ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്. ഓക്കെ, ഹോംവർക്ക് ക്വസ്റ്റ്യൻ എഴുതിയില്ലേ? സിയും ഓയും. ഓക്കെ, കാർബണും ഓക്സിജനും വരുന്നതിന്റെ കെമിക്കൽ ഫോർമുല എഴുതാൻ വേണം. അടുത്ത ഹോംവർക്ക് എഴുതിക്കോ, മഗ്നീഷ്യവും ക്ലോറിനും. ഇതിന്റെ രണ്ടിന്റെയും കെമിക്കൽ ഫോർമുല എനിക്ക് അടുത്ത ക്ലാസ്സിൽ വേണം കേട്ടോ. കാർബൺ 6, ഓക്സിജൻ 8. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇത് രണ്ടും അടുത്ത ക്ലാസ്സിൽ എഴുതി പോരാട്ടോ. അതിപ്പോ എങ്ങനെയായാലും കുഴപ്പമില്ല. എന്താ ചെയ്യാതെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത ക്ലാസ്സില് 50 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിക്കും. ഞാൻ സ്ട്രിക്റ്റ് ആവണില്ല എന്നല്ലേ പറയണം. ഞാൻ ഇമ്പോസിഷൻ എഴുതി. ഞാൻ ഇമ്പോസിഷൻ എഴുതിക്കും. അന്നേരം ഞാൻ നിങ്ങളെ കൊണ്ട് ജീന ടീച്ചറിനെ അയപ്പിക്കും ഞാൻ. ഓക്കെ, അടുത്ത ടോപ്പിക് കെമിക്കൽ ഫോർമുല ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ആസിഡ്സിന്റെയും ബേസസിന്റെയും കെമിക്കൽ ഫോർമുല എഴുതാനാണ് അടുത്ത പഠിക്കാൻ പോണേ. ഇപ്പൊ നമ്മൾ ആരുടെ കെമിക്കൽ ഫോർമുല എഴുതാനാണ് പഠിച്ചത്? കോമ്പൗണ്ട്സിന്റെ കെമിക്കൽ ഫോർമുല എഴുതാൻ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ആസിഡിന്റെയും ബേസിന്റെയും എങ്ങനെ എഴുതാന്നുള്ളതാട്ടാ. നോക്കിക്കോ, ആസിഡ്സ് റിലീസ്. ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കിയേ, ഹൈഡ്രജൻ അയോൺസിനെ റിലീസ് ചെയ്യുന്ന ആൾക്കാര്, H+ അയോൺസിനെ റിലീസ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആസിഡ്സ്. ഇനി OH- അയോൺസിനെ റിലീസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്തെന്നാ പറയാ? അവരെ നമ്മൾ എന്തെന്നാ പറയാ? ആൽക്കലി. ആൽക്കലി അല്ലെങ്കിൽ ബേസ്. അപ്പോ നമ്മളൊരു ആസിഡിനെ എടുത്ത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? H+ അയോൺസ് കിട്ടും. ഞാൻ ആ നേരം ഒരു ബേസിനെ എടുത്ത് ഡിസോൾവ് ചെയ്താലോ എന്താ കിട്ടാ? ആശയരെ? ഞാൻ കുറച്ച് ആസിഡ് എടുത്ത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തു, അപ്പൊ എനിക്ക് എന്ത് കിട്ടി? H+ അയോൺസ് കിട്ടി. അപ്പൊ ഞാൻ പിന്നെ എന്ത് ചെയ്തു എന്നറിയോ? കുറച്ച് ബേസിനെ എടുത്ത് ഡിസോൾവ് ചെയ്തു, അപ്പൊ എനിക്ക് എന്താ കിട്ടാ? OH- അയോൺസ്. OH- അയോൺസ്. അല്ലെങ്കിൽ നമ്മൾ അവർ വേറെ പേര് വിളിക്കുക ഹൈഡ്രോക്സൈഡ് അയോൺസ്. വേറെ ഒരു പേരുണ്ട് ഹൈഡ്രോക്സിൽ അയോൺസ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഞാൻ ആസിഡിനെ ഡിസോൾവ് ചെയ്ത അനന്തു എനിക്ക് എന്താ കിട്ടാ? പറയാം. അനന്തു പറഞ്ഞുതരും. അനന്തുവിനെ ഞാൻ അതിനല്ല വിളിച്ചത്. നീ കഥയും കേട്ടൊക്കെ അവിടെ
നോണ്ണ പറയരുത് നീ. നിനക്ക് നെറ്റിന് ഒരു ഇഷ്യൂ ഇല്ല. നീ അവിടെ നല്ല കൊച്ചായിട്ട് ഇരിക്കുന്നത് എനിക്ക് ഇവിടെ നിന്ന് കാണാം. നിന്റെ വീഡിയോ നല്ല ക്ലിയർ ആനന്ദു. ശ്രദ്ധിച്ചോ നീ ക്ലാസ്സില്? വെറുതെ ശ്രദ്ധിക്കാണ്ടിരിക്കുക. നല്ല പഠിക്കാൻ കഴിവുള്ള ചെറുക്കനാ. നിങ്ങളൊക്കെ പഠിക്കാൻ കഴിവുള്ള പിള്ളേരാ. നിങ്ങക്ക് ആർക്കും കഴിവില്ലാത്തതില്ല. നമ്മുടെ പ്രശ്നം എവിടെയാന്നറിയോ? ഞാൻ ചോദിച്ചിട്ടുണ്ടായോ? ഇല്ലല്ലോ. ഞാൻ മാർക്ക് പറയാൻ പറഞ്ഞിട്ടുണ്ടായി എന്നോട് കിട്ടുമ്പോ. മാർക്ക് ഞാൻ അത് എല്ലാവരുടെ അടുത്ത് ഇവിടെ ചോദിക്കുന്നുണ്ട്. എല്ലാ പിള്ളേരോടും മാർക്ക് ചോദിക്കുന്നുണ്ട് സ്കൂളിലെ മാർക്ക് അറിയാൻ വേണ്ടിട്ട്. ആ ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്താ? ഇല്ല. എന്നിട്ട് എത്രയുണ്ട്? കമന്റ് ബോക്സിൽ ഇട്. കിട്ടിയ ആൾക്കാര് പറയണ്ട. ഇനിയിപ്പോ പറയാൻ മടിയാണെങ്കിൽ ആരും പറയാതിരിക്കണ്ട. കമന്റ് ബോക്സിൽ ഇട് നിങ്ങളുടെ. എല്ലാരും ചാറ്റ് ബോക്സിൽ ഇട്ട് ഞാൻ നോക്കട്ടെ കെമിസ്ട്രിന്റെ മാർക്ക് എങ്ങനെ ഉണ്ടായിന്ന്. വേറെ ഒരു കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ നല്ല കഴിവുള്ള പിള്ളേരാണ്. ഞാൻ വേറൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞു തരുന്നതാണ്. നന്നായിട്ടിരുന്ന് പഠിക്കുക. അത് പറഞ്ഞിട്ട് പണ്ട് ആൾക്കാർ പറയണ പോലെ കുത്തിയിരുന്ന് പഠിക്കാനൊന്നും ഞാൻ പറയില്ല. ഞാൻ അങ്ങനെ പഠിച്ച ഒരാളല്ല. കുത്തിയിരുന്ന് പഠിക്കണേലല്ല കഥ. നമ്മൾ പഠിക്കുമ്പോൾ മര്യാദയ്ക്ക് പഠിക്കും. കാര്യങ്ങൾ മര്യാദയ്ക്ക് തലയിൽ മനസ്സിലാക്കി പഠിക്കാം. എത്രയിലാന്നും കൂടി ഇട്. ഔട്ട് ഓഫ് എത്രയാന്നും കൂടി ഇട്. അപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ. യെസ്, ഇനീക നല്ല സ്കോർ ഉണ്ടല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അത്ര ഈസി ഒന്നും ആയിരുന്നില്ല, ഞാൻ കണ്ടു. എന്നിട്ട് നല്ല മാർക്ക് ഉണ്ടല്ലോ. 40-ലായിരുന്നു. അതാ ഞാൻ നിങ്ങളോട് പറയണത്. നിങ്ങൾ അപ്പൊ എന്താ പഠിക്കേണ്ടത്? ഞാൻ നിങ്ങളൊരു ടോപ്പിക് പഠിപ്പിച്ചു വരുമ്പോ നിങ്ങൾ ആ ടോപ്പിക് എന്താന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ആ തലയിൽ ഇരുത്തേണ്ടത് ആ ടോപ്പിക്കാണ്. അല്ലാണ്ട് നിങ്ങൾ കുറെ കാണാപ്പാടം മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല. കാരണം ക്വസ്റ്റ്യൻ എക്സാമിന് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഇപ്പൊ നിങ്ങൾ ഇത്രയും കാലം പഠിപ്പിച്ച പോലെ വാട്ട് ഈസ് വാലൻസി അല്ലെങ്കിൽ വാട്ട് ഈസ് ആസിഡ്, വാട്ട് ഈസ് ബേസ് എന്നൊന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. നിങ്ങൾ വലിയ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ടീച്ചർ പറഞ്ഞിരുന്നതല്ല, നിങ്ങൾ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നതാ. അപ്പൊ നിങ്ങൾ എപ്പോഴും എങ്ങനെയാ പഠിക്കേണ്ടത് എങ്ങനെയാ? ടീച്ചർ പഠിപ്പിച്ചു വരുമ്പോ ടോപ്പിക് തലയിൽ കയറ്റാം. എന്താണ് ആ കൺസെപ്റ്റ്? ഓക്കെ, ഞാനിപ്പോ നിങ്ങളോട് എന്താ പറഞ്ഞേ? ഞാൻ കുറച്ച് ആസിഡ് എടുത്ത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തു. അപ്പൊ അവിടെ ഹൈഡ്രജൻ അയോൺ പുറത്തേക്ക് വരും. നേരെ തിരിച്ച് അതൊരു ബേസ് ആണെങ്കിൽ അവിടെ ഹൈഡ്രോക്സിൽ അയൺ അല്ലെങ്കിൽ OH- അയൺ, അതിന് കുറെ പേരുണ്ട്. അപ്പൊ നിങ്ങളുടെ അടുത്ത് എപ്പോഴും ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ആസിഡ്, വാട്ട് ഈസ് ബേസ് എന്ന് ചോദിക്കണമെന്നില്ല. ഹൈഡ്രോക്സൈഡ് അയോൺ തരുന്നത് ആരാണെന്ന് ചോദിക്കാം. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഹൈഡ്രോക്സൈഡ് അയൺ തരുന്നത് ആരാന്ന് ചോദിക്കാം. ബേസാ. അപ്പൊ നിങ്ങൾ കാണാപ്പാടം ബേസസ് ആർ എന്താ പറയാ ദോസ് മെറ്റീരിയൽസ് വിച്ച് റിലീസ് OH- അയോൺസ് എന്ന് കാണാപ്പാടം പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് വാട്ട് ഇസ് ബേസ് എന്ന് ചോദിച്ചാൽ മാത്രം നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് കാണാപ്പാടം പഠിക്കുന്ന പരിപാടി എന്റെ മക്കൾ നിർത്താം. പക്ഷെ കെമിസ്ട്രിയിലും ഫിസിക്സിലും മാത്സിലും ഒക്കെ നിങ്ങൾക്ക് കാണാപ്പാടം പഠിക്കേണ്ട കുറെ സാധനങ്ങളുണ്ട്. ഇക്വേഷൻസ് പോലെയുള്ളത്, അതൊക്കെ കാണാപ്പാടം പഠിക്കണം. അത് വേണ്ടാന്നല്ല. മനസ്സിലായോ? അപ്പൊ നന്നായിട്ട് പഠിച്ചോളൂ കേട്ടോ. ഉഴപ്പൊക്കെ മാറ്റി വെക്കുക. നിങ്ങൾ വലിയ ക്ലാസ്സിലേക്കാണ് വരുന്നത്. പേടിപ്പിക്കാൻ പറയണതല്ല. ഇത്ര വലിയ ക്ലാസ് ഒന്നും ആയിട്ടില്ല. പക്ഷെ പഠിക്കുമ്പോൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് അറ്റൻറ്റീവ് ആയിട്ട് പഠിക്കുക. എന്നാലേ വലിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുള്ളൂ. ഓക്കെ, തനുഷിന്റെ മാർക്ക് കിട്ടില്ലല്ലോ, അമീന്റെ മാർക്ക് കിട്ടില്ലല്ലോ, അനന്തുവിന്റെ മാർക്ക് കിട്ടില്ല, ആഷേറിന്റെ മാർക്ക് കിട്ടില്ല. എല്ലാരും മാർക്ക് കിട്ടിയ ഞാൻ നോക്കട്ടെ. ഞാൻ വിളിച്ചു പറയൊന്നുമില്ല മാർക്ക്, എനിക്കറിയാൻ വേണ്ടിട്ടാ. എല്ലാരും കമന്റ് ബോക്സിൽ മാർക്ക് ഇട്ടേ. ഇനീകയുടെ മാർക്കും അഭിനവന്റെ മാർക്കും എനിക്ക് കിട്ടി. ഇന്ന് ഇനി ഇതിപ്പോ കഴിയുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. കെമിക്കൽ സമയാവാറായി. അതുപോലെ എനിക്ക് വേറെ ക്ലാസ് ഉണ്ട്. വേണ്ട വേണ്ട, ഞാനേ 7:30 വരെ എടുക്കില്ല. തനുഷിന്റെ മാർക്ക് കിട്ടിയില്ലേ? ഇത്ര നാളായിട്ട് നിങ്ങളുടെ മിസ് തന്നില്ലേ? പക്ഷെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. ആ പ്രശ്നം വെച്ചാൽ എനിക്ക് മാർക്ക് കിട്ടിയായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ മറന്നുപോയാ? കുഴപ്പമില്ല, സിമ്പിളായി. എന്താ? വീട്ടിക്ക് തന്നു വിട്ടൂന്നാ. അവന് ചിലപ്പോ കൊടുത്തയച്ചുണ്ടാവില്ല അല്ലേ?
കുഴപ്പമില്ല, നിങ്ങള് ക്ലാസ് ടീച്ചേഴ്സ് ചോദിക്കുമ്പോ അവരോട് പറഞ്ഞാൽ മതി, ഞാൻ ആ ഷീറ്റ് എടുത്ത് നോക്കിക്കൊണ്ട് എല്ലാവരുടെയും മാർക്ക്. ഓക്കെ, എന്റെ +1 ഒരു ചെക്കിന് 1-2 പിള്ളേർക്ക് ഫുള്ളൊക്കെ ഉണ്ട്, ഞാൻ ഹാപ്പി. അവരൊക്കെ വലിയ ക്ലാസ്സിലെ പിള്ളേരാ, എന്നിട്ട് ഫുള്ളൊക്കെ മേടിച്ചിട്ട് യെസ്, ഒരു മാർക്ക് പോലും കളയാണ്ട്. അത് അങ്ങനെ പറയണതല്ല, എല്ലാവർക്കും മേടിക്കാം, നിങ്ങൾക്കും മേടിക്കാം. നിങ്ങൾ ഒന്നും കൂടെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി, അപ്പൊ പേടിക്കണ്ട. ഇത് ഇതിന് നിങ്ങൾ എന്ത് പഠിക്കുക, അടുത്ത എക്സാമിന് നിങ്ങൾ ഒന്നും കൂടെ പ്രിപ്പയർഡ് ആവണം, ഒന്നും കൂടെ പഠിക്കണം എന്നൊക്കെ ഉള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അല്ലാണ്ട് ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ അത്ര വലിയ ക്ലാസ്സിലൊന്നും ആയിട്ടില്ല, സമയമുണ്ട്. ഞാൻ 9ാം ക്ലാസ്സിലെ പഠിക്കാൻ തുടങ്ങി. 9ാം ക്ലാസ് വരെ ഞാൻ ഉഴപ്പായിരുന്നു. 9 ഞാൻ പഠിച്ചാണ്. ഗ്രാഫ് കയറ്റി കൊണ്ടാ മതി. ഇത്ര നാളത്തെ ഗ്രാഫ് നോക്കണ്ട, ഇനി കയറ്റി കൊണ്ടാ ടഫ് ഉണ്ട്. മനസ്സിലായി. ഇനി നമ്മള് ആസിഡ്സിന്റെ കെമിക്കൽ ഫോർമുല. ഓക്കെ, കെമിക്കൽ ഫോർമുല ഓഫ് ആസിഡ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്പർ ഓഫ് ഹൈഡ്രോജൻ അയോൺസ് ദാറ്റ് ക്യാൻ ബി ഡൊണേറ്റഡ് ബൈ എ മോളിക്യൂൾ ഇസ് നോൺ ആസ് ഇറ്റ്സ് ബേസിസിറ്റി. നമുക്ക് എത്ര H+ അയോണിനെ കൊടുക്കാൻ പറ്റും, അതിനെയാണ് നമ്മൾ അതിന്റെ ബേസിസിറ്റി. യെസ്, എഴുതി വെച്ചോ. ബേസിസിറ്റി ഓഫ് ആസിഡ് എന്ന് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്താ ചെയ്യാന്നറിയോ, നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ ചോദിക്കുക, എന്താ പറയാ, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഈ ആസിഡിന്റെ ബേസിസിറ്റി എഴുതാൻ പറയും. അപ്പൊ നിങ്ങൾ അതിനകത്ത് നിന്ന് എന്താ കണ്ടുപിടിക്കേണ്ടത്, അതിനകത്ത് നിന്ന് നമുക്ക് എത്ര H+ കളയാൻ പറ്റുന്നു. H2O, നിങ്ങളുടെ അടുത്ത് H2O, ഇതിന്റെ ബേസിസിറ്റി ചോദിച്ച് നിങ്ങൾക്ക് എന്ത് പറയാം, നമുക്കിവിടെ 2H കളയാം അല്ലെ, 2H ഉണ്ട്, അപ്പൊ നമുക്ക് 2H കളയാം. അപ്പൊ ഇതിന്റെ ബേസിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ, 2. ഓക്കെ, എഴുതി വെച്ചോ. ഹൈഡ്രജൻ അയോൺസിനെ എത്ര എണ്ണത്തിന് നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, എവിടെന്ന്, ഒരു മോളിക്യൂളും. ഇവിടെ 10. ഏതാ കെമിക്കൽ ഫോർമുല? ആസിഡും ബേസും എന്തായിരുന്നു അല്ലെ. എടാ നമ്മള് ഒരു സാധനം എടുത്തിട്ട് നമ്മള് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തു. ഡിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് H+ അയോൺ കിട്ടിയെന്ന് വിചാരിക്കും. H+ അയോൺ കിട്ടുകയാണെങ്കിൽ അവരെ നമ്മൾ ആസിഡ് എന്ന് വിളിക്കും. ഓക്കെ, ഹൈഡ്രജൻ അയോൺ അല്ലെങ്കിൽ H+ അയോൺ. ഇനി ഞാൻ വേറൊരു സാധനത്തിനെ എടുത്ത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തു, അപ്പൊ എനിക്ക് OH- അയോൺ അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ് അയോൺ അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ അയോൺ, ഇതൊക്കെ ഒന്നാ. ഈ OH- വിളിക്കുന്ന പേരാണ് ഹൈഡ്രോക്സൈഡ് എന്നൊക്കെ. അപ്പൊ ഇതാണ് എനിക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് എന്ത്, ബേസ് അല്ലെങ്കിൽ ആൽക്കലി. ഓക്കെ, ആസിഡ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്ത് റിലീസ് ചെയ്യുന്ന ആൾക്കാരാ, H+ അല്ലെങ്കിൽ ഹൈഡ്രജൻ അയോൺ. ഇതാണ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു പോയ സമയത്ത്. ഇത് എഴുതി കഴിഞ്ഞാ, അപ്പൊ നോക്കിയേ, ഇനി കഴിഞ്ഞില്ല. എഴുതിയിട്ട് മാത്രം കാര്യമില്ലാട്ട് എല്ലാവരും പഠിച്ചോളൂ ഇതിന്റെ കൂട്ടത്തില്. ടെക്സ്റ്റിൽ പഠിക്കാനുണ്ട്. ടെക്സ്റ്റിൽ ഇല്ലാത്തത് ഞാൻ എന്തിനാ പഠിപ്പിക്കണേ? സെയിം ആയിട്ടല്ല ടെക്സ്റ്റിൽ ഉണ്ടാവുക. ടെക്സ്റ്റിൽ സെയിം ആയിട്ട് സെയിം സെന്റൻസ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. ഇപ്പഴാണ് എഴുതണ കാര്യം ആലോചിക്കണേ. ഇവരൊക്കെ ഇനി ഇന്നത്തെ ക്ലാസ്സും കൂടെ കഴിഞ്ഞ് ഞാൻ സ്ട്രിക്റ്റാ. തിങ്കളാഴ്ച തുടങ്ങി ഞാൻ സ്ട്രിക്റ്റാ. എന്നെ നിങ്ങൾക്ക് ആർക്കും ഒരു ഇതില്ല, ശരിയാക്കി തരാം. ഞാൻ ദേഷ്യം പിടിച്ച ഭയങ്കര മോശം. വിളിച്ചൊന്നും പോവില്ല, ഞാൻ നല്ല ചീത്ത പറഞ്ഞു. ഞാൻ കൊറേ ക്ഷമിക്കും. ഓക്കെ, ഇനി ബേസിസിറ്റി 1 ആണെങ്കിൽ അവരെ നമ്മള് മോണോ ബേസിക് ആസിഡ് എന്ന് പറയും. ബേസിസിറ്റി 2 ആണെങ്കിൽ നമ്മൾ അതിനെ ഡൈ ബേസിക് ആസിഡ് എന്ന് പറയും. 3 ആണെങ്കിൽ ട്രൈ ബേസിക് ആസിഡ് എന്ന് പറയും. ഇതൊന്ന് എഴുതി വെച്ചേ.
അപ്പൊ ബേസിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എത്ര ഹൈഡ്രജൻ അയോണിനെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ആസിഡിൽ നിന്ന് നമുക്ക് എത്ര എച്ച് അയോണിനെ റിലീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ബേസിസിറ്റി. അപ്പൊ ഞാൻ ഒരെണ്ണത്തിനെ കളയാണെങ്കിൽ ഞാൻ എന്തെന്ന് പറയും? മോണോബേസിക് ആസിഡ് എന്ന് പറയും. രണ്ടെണ്ണത്തിനെ കളയാണെങ്കിൽ ഡൈബേസിക് ആസിഡ് എന്ന് പറയും. 3 ഹൈഡ്രജൻ എനിക്ക് ഒരു മോളിക്യൂളിൽ നിന്ന് കളയാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അവരെന്ത് പറയും? ട്രൈബേസിക് ആസിഡ് എന്ന് പറയും. വേഗം എഴുതിക്കോ, സമയായി. എന്താ എടാ, ഞാൻ എന്താ ബേസിസിറ്റി എന്താന്ന് പറഞ്ഞേ? ഞാൻ ബേസിസിറ്റി എന്താന്ന് പറഞ്ഞേ? ഒരു ഒന്നുകൂടെ പറഞ്ഞുതരാം. എത്ര H+ അയോണിനെ നമുക്ക് ഒരു മോളിക്യൂളിൽ നിന്ന് റിലീസ് ചെയ്യാൻ പറ്റും? ഓക്കെ, ഓക്കെ, എത്ര H+ അയോൺസിനെ നമുക്ക് ഒരു മോളിക്യൂളിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള കൗണ്ടിനെയാണ് ഞാൻ ബേസിസിറ്റി എന്ന് പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ H2O എന്ന് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടിട്ട് പറഞ്ഞു തരുന്നതല്ല, അല്ലെങ്കിൽ H2SO4 ഇടുന്നോട്ടെ. H2SO4 ഈ ഒരു മോളിക്യൂളിനകത്തുനിന്ന് എനിക്ക് എത്ര H+ അയോണിനെ കളയാൻ പറ്റും നോക്കിയിട്ട് പറഞ്ഞേ അഭിനവേ. 2 കളയാൻ പറ്റും. അപ്പൊ അതിന്റെ ബേസിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആ. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായോടാ? ഇപ്പൊ മനസ്സിലായി. അങ്ങനെ അപ്പൊ ഒരു ബേസിസിറ്റി എന്ന് പറയുന്നത് 1 ആണെങ്കിൽ അവരെ ഞാൻ എന്ത് വിളിക്കും? മോണോബേസിക് ആസിഡ് എന്ന് പറയും. ബേസിസിറ്റി 2 ആണെങ്കിൽ ഡൈബേസിക് ആസിഡ് എന്ന് പറയും. 3 ആണെങ്കിൽ ട്രൈബേസിക് ആസിഡ് എന്ന് പറയും. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്ലാസ്സിൽ പറയാം. ഞാൻ ഇനി ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല. ഇനി ഞാൻ ബേസിസിന്റെ കാര്യങ്ങൾ പറയണം, ആൽക്കലിയുടെ കാര്യം പറയണം, സോൾട്സിന്റെ കെമിക്കൽ ഫോമുല എഴുതാൻ പഠിപ്പിക്കണം. ഇത്രയും കഴിഞ്ഞാൽ കാര്യം കഴിയുള്ളൂ. പോയി പരീക്ഷ എഴുതിക്കോ. എക്സാം ഒക്കെ ഉണ്ട്. വേഗം പോയി എഴുതിക്കോ. വന്നിട്ടില്ലേ? നിങ്ങളെ പരീക്ഷ എഴുതിച്ചിട്ട് വേണം എനിക്ക് എന്റെ പണി നോക്കി. ഇപ്പൊ വരും. അങ്ങോട്ട് റിഫ്രഷ് ചെയ്ത് നോക്ക്. സിമ്പിൾ പരീക്ഷ, സിമ്പിൾ, വെരി സിമ്പിൾ. 10ൽ 10 വാങ്ങാം. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇനി തുടങ്ങി പാവല്ല കേട്ടാ. എന്നോട് ഇനീക പറഞ്ഞു പാവണ്ട. വന്നിട്ടില്ലേ? ജീന ടീച്ചറിനെ വിളിക്കാൻ നമുക്കെന്നാ. ഗാന്ധിജീനെ പറ്റിയൊക്കെ ആരോ പറയുന്നുണ്ട്. ഇവിടെയാണോ എക്സാം? കാണാനുണ്ട് ചോര ചത്ത് കിടക്കുന്ന. ഞാനും ഇങ്ങനെ, ഞാൻ ഭയങ്കര ക്ലംസിയാ. ഞാൻ പോണ വഴിക്കൊക്കെ എന്റെ കൈയും കാലൊക്കെ ഇടിച്ച് ചതയും. ഞാൻ വേറെ കുറെ മണ്ടത്തരം കാണിക്കും. മറ്റേ ഡ്രസ് ഇട്ടതിന് ശേഷം തേപ്പട്ടി വെച്ച് ഡ്രസ്സുമൊക്കെ അയോൺ ചെയ്ക്ക്. പക്ഷെ നിർത്തിയിട്ടാ കൈ പുള്ളി. ഒരു വട്ടം വല്ലാണ്ട് പുള്ളി. സാധാരണ ഞാൻ ചെയ്യുമ്പോ എന്നെ എപ്പോഴും ചീത്ത പറയും. പക്ഷെ മുതിർന്നവർ പറയുന്നത് നന്നായി. ഞാൻ അത്രയും മണ്ടത്തരം കാണിക്കാറില്ല.
ഇപ്പൊ എക്സാം വന്നോ നോക്കിയേ. വന്നിട്ട് വരും. ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യും. ചതിച്ചു എന്നെ. എനിക്ക് പോയിട്ട് എന്റെ മക്കൾ എന്താ എക്സാം എഴുതിയിട്ട് പറയട്ടെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജീന ടീച്ചറിനെ വിളിച്ചാൽ മതി. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. എന്താ എക്സാം വന്നു? എന്നാ വേഗം എഴുതിക്കോ. ബൈ, ഗുഡ് നൈറ്റ്. അടുത്ത ക്ലാസ്സിൽ കാണാം. ടാറ്റാ.